ഫ്രണ്ടിലേക്ക് ഒന്ന് പറയും ഫ്രണ്ടിലേക്ക് പറഞ്ഞു കൊടുക്കാം ഫ്രണ്ടിലേക്ക് കാണിക്കുന്നു. കാരണം ഒരാൾ അത് കണ്ടെത്തി വെച്ചത് ഇതിന്റെ മുമ്പേ നമ്മുടെ ഇവിടെ ഭാരതത്തിലുള്ളത് തന്നെ. പക്ഷെ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അതിന്റെ പ്രസക്തി വളരെ ശക്തമായി കൊണ്ടുവന്നത് ആ ഒരു മനുഷ്യനാണ്. ഇന്ന് കേസ് നമുക്ക് എടുത്തുകൂടാനില്ല. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഈ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം വളരെ ആവശ്യമുള്ള ഒന്നാണ്. അപ്പൊ അതിന് ശാരീരിക ചലനപരമായ ബുദ്ധി വരുന്നുണ്ട്. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ഒരു നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്റർപേഴ്സണൽ ഇൻട്രാപേഴ്സണൽ വൈയക്തിക ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, മനസ്സിലായില്ലേ, നാച്ചുറൽ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, ഇതൊക്കെ ആ കൃത്യമായി തരംതിരിച്ച് നോക്കിയപ്പോൾ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഇതെല്ലാം ഒരു കുഞ്ഞിന്റെ അല്ലെ ഇത് ജന്മനാ തന്നെ ശരിക്കും വിന്യസിച്ചിരിക്കുന്നു എന്ന കണ്ടെത്തലാണ്. ഇത് ആരും പുറത്തുനിന്ന് കൊടുക്കേണ്ടതില്ല. ആ ഉള്ളതിന് നമ്മൾ വളർത്തുകയേ വേണം. മനസ്സിലായില്ലേ? ആ ഒരു പാരിസ്ഥിതികമായ ഒരു അന്തരീക്ഷ, പാരിസ്ഥിതികമായ ഒരു സൗകര്യം, പര്യാവരണം
അപ്പൊ ആ ജന്മസിദ്ധി ഉണ്ട്, ജന്മപരമായിട്ട് നമ്മുടെ കിടക്കുന്നുണ്ട്. അതിന് ഒരു പര്യാവരണം, ഒരു പാരിസ്ഥിതികമായ ഒരു പിന്തുണ മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. നമുക്കൊരിക്കലും ഒരു കുട്ടിയെ ചൂണ്ടിട്ട് അവന് പാടാൻ അറിയില്ലെന്നോ, അവന് കണക്ക് കൂട്ടാൻ അറിയില്ലെന്നോ, അവന് കഥ പറയാൻ അറിയില്ലെന്നോ എന്ന് പറയാൻ പറ്റില്ല. കഥ പറയാൻ അറിയില്ല എന്ന് പറയാനുള്ള ഭൗതികമായ അവന്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാൻ അറിയില്ല, ശരിയാണ്. ബ്രിട്ടനിലൊക്കെയുള്ള മരുന്ന് കമ്പനികൾ പറയുന്നത് എന്താണെന്നറിയാം? ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ നോക്കിയാൽ ഇത് ഇന്ത്യയിലാണ് 3.5 കോടി കുട്ടികളിൽ നമ്മുടെയൊക്കെ മക്കൾ കൊടുത്തു നോക്കണേ. ഇപ്പൊ അമൃത പോലുള്ള വലിയ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ പല മരുന്നുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ മരുന്ന് തിന്നണമെങ്കിൽ നിങ്ങൾക്ക് കാശിട്ടില്ല. എക്സോറ്, അമൃത, ഈസിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. ഫോപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, അല്ലെങ്കിൽ ജിങ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ സാധനം ഇന്ന സ്ഥലത്തൊക്കെ നടത്തിയിട്ടുണ്ട്. കഴിച്ചു നോക്കുന്നു, കഴിച്ചിട്ട് ഇന്ന ആളുടെ രോഗം മാറിയിട്ടുണ്ട്. ആ മരുന്ന് നിങ്ങൾ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം 10,000 രൂപ വരെ മരുന്നിൻ്റെ ഒരു പെട്ടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു പാക്കറ്റ് സാധനം ഫ്രീയോട് നമുക്ക് ഫ്രീ ആയിട്ട്. ഈ നാട്ടിൽ ഒരുപാട് നാടൻ സാധനങ്ങളുണ്ട്. ഈ നാടൻ സാധനത്തിനൊന്നും ഗുണമില്ല, മണമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഈ നാടൻ സാധനങ്ങളെ വെച്ചിട്ട് ഈ അടുത്ത് വലിയൊരു ഗവേഷണം നടത്തി. ആൻഡേഴ്സൺ യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഡോക്ടർ കൃഷ്ണസ്വാമി രാജ എന്ന് പറഞ്ഞ ഇന്ത്യൻ ഗവേഷകന്റെ നേതൃത്വത്തിൽ വലിയൊരു ഗവേഷണം നടത്തി. ഇവിടെ ഈ കാണുന്ന ഈ ചെറിയ ചെറിയ ആയുർവേദ മരുന്നിലൊക്കെ നാനോ ടെക്നോളജി എന്താന്ന് പറയുമ്പോൾ അതിന്റെ നാനോമീറ്റർ ഇന്ത്യയിൽ കുറച്ച് സ്ഥലത്ത് ISROയിലും അമൃതയിലും. പക്ഷെ ഇവിടത്തേക്ക് സോക്ക് ഹോൾഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് നാണമില്ല. ഈ കണ്ട കീഴാർനെല്ലി, ഈ പാച്ചോറ്റിയിൽ, ഈ പരുത്തിയിൽ, ഈ തെങ്ങിലൊക്കെ നാനോ ടെക്നോളജി എന്താണെന്ന് ലോകത്തെ ഭീമൻ കമ്പനികൾ കോടിക്കണക്കിന് രൂപ പമ്പ് ചെയ്യും. അപ്പോഴാണ് ഒരുത്തും കീഴാർനെല്ലിയും പോയിട്ട് ഇതിൽ നാനുണ്ടത്. കൂടെ ഇതൊക്കെ വല്ല ഹിന്ദു ഫാസിസ്റ്റ് തീവ്ര ചേച്ചിമാർക്കും എന്റെ സാദര നമസ്കാരം. രണ്ടായിരത്തി 2012 ഏപ്രിൽ 20 മുതൽ 25 വരെ എടവനക്കാട് അഗസ്ത്യൻ വൈദ്യാശ്രമത്തിൽ വെച്ച് 2005 മുൻപ് പ്രശിക്ഷണം കഴിഞ്ഞ ചേച്ചിമാർക്കുള്ള നൈപുണ്യവർഗിന്റെ സമാപന സഭയാണ് ഇന്നിവിടെ നടക്കുന്നത്. ശ്രീ ഗോരഖ്നാഥ്ജിയാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹ പ്രഭാഷണവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഉദ്ഘാടന സഭയുടെ അധ്യക്ഷ പദം അലങ്കരിച്ചത് ഇന്ത്യൻ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ആർ രവീന്ദ്രപിള്ള സാർ, സംസ്ഥാന സംഘടനാ കാര്യദർശി ശ്രീ AC ഗോപിനാഥ് എന്നിവർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മലപ്പുറം, പാലക്കാട്, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിലെ 27 വിദ്യാലയങ്ങളിൽ നിന്നായി 47 ചേച്ചിമാർ ഈ ശിബിരത്തിൽ പങ്കെടുത്തു. യോഗ, അഗ്നിഹോത്രം ഇവ എല്ലാ ദിവസവും നടത്താൻ സാധിച്ചു. പറഞ്ഞതിന് പ്രകാരം ഗീതാ ക്ലാസ് ഒരു ദിവസം മാത്രമാണ് നടത്താൻ സാധിച്ചത്. ചില ബുദ്ധിമുട്ടുകൾ, അതിൽ വെള്ളത്തിന്റെ ഒരു നല്ലൊരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിനാൽ ഗീതാ ക്ലാസ് ഒരു ദിവസം മാത്രമാണ് നമുക്ക് നടത്താനായിട്ട് സാധിച്ചത്. അത് നമ്മുടെ സ്വാമിജിയാണ് ആ ക്ലാസ് നമുക്ക് നടത്തി തന്നത്. ആദർശ വിദ്യാലയം